വളരെ സിമ്പിളായിട്ടുള്ള ജേർണൽ റുട്ടീൻ എങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഫിക്സ് എ ടൈം. ആദ്യമായി എല്ലാത്തിനും ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കണം. ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നെയോ. ഇതായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. എന്നും ഒരേ ടൈം ഫോളോ ചെയ്താൽ ഇതൊരു സ്ട്രോങ് ഹാബിറ്റായിട്ട് മാറും. എക്സാമ്പിൾ, മോർണിംഗ് ആണ് നിങ്ങൾ ഇത് എഴുതുന്നതെങ്കിൽ ഇന്നത്തെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തുടങ്ങാം. നൈറ്റിലാണെങ്കിൽ ഇന്ന് എന്തൊക്കെ നന്നായി നടന്നു, ഇനി എന്തൊക്കെ നന്നാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ എഴുതാം. രണ്ടാമതായി, ക്രിയേറ്റ് എ കാം എൻവയോൺമെൻറ്റ്. അതായത് കുറച്ചുകൂടി ശാന്തമായ കംഫർട്ടബിളായ സ്ഥലത്തിരുന്ന് നിങ്ങൾ എഴുതി നോക്കൂ. അപ്പോൾ ഭാവനകൾ കുറച്ച് നന്നായിട്ട് വരും. മൂന്നാമത്, കീപ്പ് ഇറ്റ് സിമ്പിൾ. കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് എഴുതാൻ നോക്കുക. ഒരു 5-10 മിനിറ്റ് മാത്രം ഇതിനായി മാറ്റിവെച്ചാൽ മതിയായിരിക്കും. ഗ്രാമറോ എഴുത്തിൻ്റെ വൃത്തിയോ ഒന്നുമല്ല പ്രധാനം. നിങ്ങൾ എഴുതുന്നത് ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. നാലാമത്, യൂസ് എ സ്ട്രക്ചർ. ഇതുവരെ ജേണൽ എഴുതാത്ത ഒരാളാണെങ്കിലോ കുറേ കൺഫ്യൂഷൻ ഉള്ള ഒരാളാണെങ്കിലോ ഞാൻ കുറച്ച് ടിപ്പ് പറഞ്ഞു തരാം. മോർണിംഗ് ജേണലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ടുഡേ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. നിങ്ങളുടെ ഗോളുകൾ അങ്ങനെ ഓരോന്നായിട്ട് എഴുതാം. ഈവനിങ് ജേണൽ ആണെങ്കിൽ ടുഡേ ഐ ലേൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇന്നത്തെ നിങ്ങളുടെ ബെസ്റ്റ് മൊമെൻറ്റ്സ് എഴുതാം. പിന്നെ അതുപോലെ നാളെ നിങ്ങൾ എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ എഴുതാം. അഞ്ചാമതായി, എഴുതുന്നത് എപ്പോഴും ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം. കംപ്ലയിൻസിനേക്കാൾ കൂടുതൽ സൊല്യൂഷൻസും ഡ്രീംസും ഗ്രാറ്റിറ്റ്യൂഡും ഇതൊക്കെ ആയാൽ നിങ്ങളുടെ ജേണലിൽ ഒരു പോസിറ്റീവ് ഫീല് കിട്ടുന്നു. ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ ഇതൊക്കെ എടുത്ത് ഒന്നുകൂടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സും ഹാപ്പി മൊമെൻറ്റ്സും നിങ്ങൾ സങ്കടപ്പെട്ടതും ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കും, യു ആർ ഗ്രോയിങ്.